ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന പച്ചമാങ്ങ ജ്യൂസാണ്. അപ്പം നമുക്കിതാ നിറയെ മാങ്ങ പൂത്ത് നിൽപ്പുണ്ട് നമ്മുടെ മാവിൽ. നമുക്ക് മാങ്ങ താഴത്തൊന്നും തന്നെ ഇല്ല. നമ്മൾ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് താഴത്തേക്ക് മാവൊന്നുമില്ല. നമ്മളെല്ലാം മേളിലാണ് നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ വീടിൻ്റെ മേളിൽ വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് നിറയെ പൂത്തിട്ടുണ്ട്. മാങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. പക്ഷെ എല്ലാം പുറത്തേക്ക്, അതായത് നമ്മുടെ വീടിന് പുറത്തേക്കാണ് നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ പൂത്ത് വെപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു മാങ്ങ പൊട്ടിച്ചെടുക്കാം. നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ കിട്ടിയത്, നല്ല അടിപൊളി പുളിയാണ്. മീൻകറിയൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മാങ്ങ. നമ്മൾ കഴുകി നന്നായി, പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇതിലും കുഞ്ഞാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിനകത്ത് കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം, എരിവ് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. 2 എണ്ണം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുവാണ്. നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കൈ വെച്ച് ഒടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ അത് എത്രത്തോളം വേണോ അത്രത്തോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച ഒരു ബോട്ടിൽ വെള്ളമാണ്. അപ്പം ഇതിന് അധികം തണുപ്പ്, അങ്ങനെ നല്ല കട്ട തണുപ്പൊന്നുമില്ല, ഒരു മീഡിയം തണുപ്പ്. അപ്പം നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഒരു അരഭാഗം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആ ജാറിൻ്റെ. നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ജ്യൂസ് പരുവത്തിലാക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കാം. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാം. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. നമ്മളൊരു പച്ചമാങ്ങ എന്ന് പറയത്തില്ല, നമ്മൾ സംഭാരം കുടിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ആട്ടോ. ഈ ചൂടത്ത് നമുക്കിത് ബെസ്റ്റാണ്. എന്നുവെച്ചാൽ നമ്മൾ നാരങ്ങളൊക്കെ കുടിക്കില്ലേ, അതിന് പകരം നമുക്കൊരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി കുടിക്കാം. നൈസാണ്, പൊളിയാണ്. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പച്ചമാങ്ങ, ഇഞ്ചി, 2 പച്ചമുളക്. അപ്പോൾ എരിവ് എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യാനുസരണം അവരേക്ക് വിടാം. ഇപ്പം നമുക്കിത് തണുത്ത വെള്ളം ഉപയോഗിക്കാണ്ട് നോർമൽ പച്ചവെള്ളത്തിൽ ഉപയോഗിക്കാം. അതായത് നമ്മുടെ വീട്ടിൽ പ്രായവർക്ക് തണുപ്പൊന്നും പറ്റാത്തവരുണ്ടാവില്ലേ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധികം തണുപ്പൊന്നും പറ്റാത്തവരുണ്ടാവും. അവർക്കൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ സാധാ നോർമൽ പച്ചവെള്ളത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. അതല്ല, തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന അമ്മമാരുണ്ടാവും. അവർക്ക് നോർമൽ, അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ സംഭാരം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പച്ചമാങ്ങയാണ് മാത്രം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഇത്. ഇപ്പം നമുക്ക് നമ്മുടെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നമുക്ക് ഈ ചൂടത്ത് ഇതൊക്കെ ഉണ്ടാക്കി ഒരു ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വന്നു കഴിഞ്ഞാൽ കുടിക്കാനും നല്ല സുഖമായിരിക്കും. നല്ലൊരു എന്താ പറയുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും സുലഭമായ ഒരു സാധനമാണ് പച്ചമാങ്ങ. ഇപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ പൂത്ത് നിൽക്കല്ലേ, ഒരു മാങ്ങ മതി. ഞാനിപ്പോൾ ഒരൊറ്റ മാങ്ങ കൊണ്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയത്. അധികം ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം നമുക്ക് നിറയെ മാങ്ങയുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഞാൻ അധികം എടുത്തിട്ടില്ല. ഒരൊറ്റ മാങ്ങ കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിപ്പോൾ ഞങ്ങളൊരു 4 ഗ്ലാസ് ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതാ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇത്രയും ഇതായിട്ടുള്ളത്. നമുക്ക് ഇത് ഇല്ലേ, നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു കളറ് നമുക്കിതുണ്ട്, അത്ര ഇതായിട്ട് വന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു ജ്യൂസ് അങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. ഞാൻ എല്ലാ ചാനലിലും ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇത് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഇങ്ങനെ ചുമ്മാ ഒരു മാങ്ങ പറിച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് ഇങ്ങനെ ഇൻസ്റ്റ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഇത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനമാണ്. എല്ലാവരും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുന്നത് നല്ല, അത്രക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മോര് കുടിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി അതുപോലെ വേപ്പിലയൊക്കെ ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ 3 സാധനം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ 3 ചേർത്താണ് ഞാനിപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയത്. ഓ, ടേസ്റ്റ് ചപാര ടേസ്റ്റാണ്, സഹിക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. തണുപ്പ് ആവശ്യത്തിന് നേരത്തിന് ചേർക്കുക. തണുപ്പ് വേണ്ടാത്തവരുണ്ടെങ്കിൽ അത് വിട്ട് കളയുക. വെള്ളം ചൂട് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം, നോർമൽ പച്ചവെള്ളം അത് ഉപയോഗിക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അപ്പോ എന്താ പറയാ, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ഒരു വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ, ടേക്ക് കെയർ.